അടുത്ത വർക്ക് എന്ന് പറയുന്നത് നംദിയോ ദാസലിൻ്റെ ദ ഡേ ഷി വാസ് ഗോൺ. നംദിയോ ദാസൽ ഒരു റവല്യൂഷണറി മറാത്തി പോയറ്റാണ്, റൈറ്ററാണ്, സോഷ്യൽ ആക്ടിവിസ്റ്റും കൂടിയാണ്. പിന്നെ ഈ ദളിത് മൂവ്മെൻറ്റിലൊക്കെ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആരെന്ന് പറയുന്നത് നംദിയോ ദാസൽ. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഇമേജസ് ആണ് അദ്ദേഹത്തിൻ്റെ പോയിട്രിക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ കാസ്റ്റ് ഒപ്രഷനെതിരെ ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വേ ഓഫ് റൈറ്റിംഗ് ആണ് ഈ പോയിറ്റിൻ്റേത്. അപ്പം അതുപോലെ തന്നെ ദളിത് ആളുകളുടെ ലൈഫ്, പ്രോസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ, ഈ സ്ലം ഏരിയാസിൽ താമസിക്കുന്ന സ്ലം ഡ്വെല്ലേഴ്സിൻ്റെ ലൈഫ്, അപ്പോൾ ഈ മാർജിനലൈസ്ഡ് ആയിട്ട് സൊസൈറ്റിയിൽ മാറി നിൽക്കുന്ന ആളുകളുടെ ലൈഫിനാണ് ഇദ്ദേഹം കൂടുതൽ ഫോക്കസ് കൊടുത്ത് എഴുതുന്നത്. അപ്പോൾ കുറച്ച് ആങ്കർ, റിയലിസം, കമ്പാഷൻ ഇതിൻ്റെ എല്ലാം ബ്ലെൻഡാണ് അല്ലെങ്കിൽ ഒരു മിക്സാണ് ഇദ്ദേഹത്തിൻ്റെ കവിതകൾ എന്ന് പറയുന്നത്. സോ ഇദ്ദേഹത്തിൻ്റെ പിന്നെ കളക്ഷൻ ഓഫ് പോയിട്രിക്കകത്ത് തന്നെയും എന്താണ് ഇങ്ങനെയുള്ള മുംബൈയുടെ അണ്ടർവേൾഡ് ആൻഡ് സോഷ്യൽ മാർജിനിൽ താമസിക്കുന്ന ആളുകളെക്കുറിച്ചും അവരുടെ ലൈഫിനെക്കുറിച്ചും ഒക്കെയാണ് അദ്ദേഹം എഴുതി പോകുന്നത്. സോ നമുക്ക് പഠിക്കാനുള്ള ദ ഡേ ഷി വാസ് ഗോൺ എന്നുള്ളത് ഒരു ഡീപ്ലി ഇമോഷണൽ ആയിട്ടുള്ള, അതോടൊപ്പം തന്നെ സോഷ്യലി ആൻഡ് പൊളിറ്റിക്കലി ചാർജ്ഡ് ആയിട്ടുള്ളൊരു പോമാണ്. അപ്പോൾ അതിനകത്ത് ഒരു സ്ത്രീയുടെ ലോസിനെ കുറിച്ചാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. അത് ചിലപ്പോൾ ലവർ ആവാം, മദർ ആവാം, ഒരു സിംബോളിക് ഫിഗർ ആകാം. ആരാണെന്നുള്ളത് വ്യക്തമായിട്ട് ഇദ്ദേഹം പറയുന്നില്ല. അവരുടെ ആ ഒരു സ്ത്രീയുടെ ആബ്സെൻസ് ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരു എംപ്റ്റിനെസ് അല്ലെങ്കിൽ ഒരു വിഷമം ഡെസ്പയർ കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. അപ്പോൾ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ലൈഫിൻ്റെ ഹാർഷ് റിയാലിറ്റിയും ഈ ഒരു കവിതയ്ക്കകത്ത് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു പേഴ്സണൽ ആയിട്ടുള്ളൊരു പെയിനിനെ കുറിച്ചോ ഗ്രീഫിനെ കുറിച്ചോ അല്ല നമ്മുടെ നംദിയോ ദാസിൽ സംസാരിക്കുന്നത്. ഇതൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ സഫറിംഗ് ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം, എസ്പെഷ്യലി ഈ ഒപ്രസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസിൻ്റെ. അപ്പോൾ സമ്മറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോം ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു ദിവസത്തെ കാര്യമാണ്, അതായത് ഡേ. ആ ദിവസത്ത്, അതായത് ആ ഒരു ദിവസത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. പക്ഷേ ആ ഒരു ലേഡിയുടെ ആബ്സെൻസ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വിഷമം ഉണ്ടാക്കുന്നു. ഒരു ഇമോഷണൽ എംപ്റ്റിനെസ്, ഒരു എന്താ പറയുക, ഒരു ലൈഫ്ലെസ്നെസ് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നു. ഒരു കൈൻഡ് ഓഫ് അബാൻഡൻമെൻറ്റ് ഇദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നു. ആൻഡ് ഇദ്ദേഹത്തിന് ചുറ്റിനുമുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് മീനിങ്ലെസ് ആയിട്ട് അല്ലെങ്കിൽ ബ്രോക്കൺ ആയിട്ട് തോന്നുവാണ്. അപ്പോൾ ആ ഒരു സ്ത്രീയുടെ ആബ്സെൻസ് ശരിക്കും പറഞ്ഞാൽ ലവിൻ്റെ നഷ്ടമാവാം, ഹോപ്പിൻ്റെ നഷ്ടമാവാം, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റിയുടെ ഒരു ലോസ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻ്റർപ്രിറ്റ് ചെയ്യാം. ഓക്കെ, ലവറാണെന്നോ അമ്മയാണെന്നോ ഒന്നും പറയുന്നില്ല. ചിലപ്പോൾ ഏത് സ്ത്രീ ആണെന്നുണ്ടെങ്കിലും നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ സൊസൈറ്റി ആസ് എ ഹോൾ എന്നുള്ള രീതിയിലും എടുക്കാം നമുക്ക്. അപ്പോൾ ഒരു പേഴ്സണൽ പെയിനിൽ നിന്ന് ഒരു സോഷ്യൽ കമൻ്ററി ആയിട്ട് ഈ പോവം മാറുവാണ്. ആൻഡ് സ്റ്റാൻസ 1 നമുക്ക് നോക്കാം. സ്റ്റാൻസ വൈസ് അനാലിസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോം തുടങ്ങുന്നത് ഒരു റിയലൈസേഷനിലൂടെയാണ്. ദാറ്റ് ദ ലേഡി ഈസ് ഗോൺ. ആ ഒരു സ്ത്രീ പോയി. വളരെ സഡനായിട്ടും വളരെ ഇമോഷണൽ ഹെവിനെസ്സോടു കൂടിയാണ് ഈ പോം തുടങ്ങുന്നത്. സ്പീക്കർ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ എന്തോ ഒരു കണക്ഷൻ ഇല്ലായ്മ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നു. കാരണം അദ്ദേഹത്തിന് ചുറ്റിനുമുള്ള വേൾഡ്, അല്ലെങ്കിൽ അദ്ദേഹം ജീവിക്കുന്ന ആ ഒരു വേൾഡിന് പെട്ടെന്ന് മീനിങ് നഷ്ടപ്പെട്ട പോലെ, ബിക്കോസ് ഓഫ് ദിസ് ലേഡി. അപ്പോൾ ഈ സ്റ്റാൻസയ്ക്കകത്ത് അദ്ദേഹം പറയുന്നത് നഷ്ടത്തിനെക്കുറിച്ചും എംപ്റ്റിനെസ്സിനെ കുറിച്ചുമാണ്. ആ സ്ത്രീ ഒരു ലവ്ഡ് വൺ ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ലൈഫിലെ സ്റ്റെബിലിറ്റിയെക്കുറിച്ചായിരിക്കും അദ്ദേഹം സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ആ സ്ത്രീ ഒരു ഇമോഷണൽ സപ്പോർട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ലൈഫിൽ. അവരുടെ ആബ്സെൻസ് നമ്മുടെ സ്പീക്കറിൻ്റെ എൻറ്റയർ എക്സിസ്റ്റൻസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. സ്റ്റാൻസ 2 ലൈഫ്ലെസ് സറൗണ്ടിങ്സിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതായത് അദ്ദേഹത്തിന് ചുറ്റിനുമുള്ള ആ ഒരു എൻവയോൺമെൻറ്റ് അദ്ദേഹത്തിന് എന്താ പറയുക, ഒരു കുറച്ച് ലൈഫ്ലെസ് ആയിട്ട് അല്ലെങ്കിൽ മീനിങ്ലെസ് ആയിട്ട് തോന്നുവാണ്. ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ ഡള്ളായിട്ടും സൈലൻ്റ് ആയിട്ടും ലൈഫ്ലെസ് ആയിട്ടും ഇദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു, അപ്പിയർ ചെയ്യുന്നു. ഒരു കൈൻഡ് ഓഫ് വോയിഡ് എന്ന് വെച്ചാൽ ഒരു കൈൻഡ് ഓഫ് എംപ്റ്റിനെസ് അല്ലെങ്കിൽ ഒരു വേക്കൻറ്റ് ഫീലിംഗ് ഇദ്ദേഹത്തിൻ്റെ മൈൻഡിൽ വരുവാണ്. അപ്പോൾ ഇതിനകത്ത് അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ എൻവയോൺമെൻറ്റ്, അതായത് ഒരു എക്സ്റ്റേണൽ ഇമേജറിയാണ് എൻവയോൺമെൻറ്റ്. അതിനെ ഇൻറ്റേർണൽ ഇമോഷൻസ് വെച്ച് റിഫ്ലക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഇമോഷനും നമ്മുടെ സറൗണ്ടിങ്സും തമ്മിൽ നല്ല കണക്ഷനുണ്ട്. സ്റ്റാൻസ 3 അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ പേഴ്സണൽ ഗ്രീഫിനെ കുറിച്ച് സംസാരിക്കുവാണ്. അതായത് പോവർട്ടിയെക്കുറിച്ച് സംസാരിക്കുന്നു. പേഴ്സണൽ ഗ്രീഫിൽ നിന്ന് അദ്ദേഹം എന്തിലോട്ട് പോവുകയാണ്, സോഷ്യൽ റിയാലിറ്റിയിലോട്ട് പോവുകയാണ്. അതായത് പോവർട്ടി, സ്ട്രഗിള്, ഹാർഷായിട്ടുള്ള ലിവിങ് കണ്ടീഷൻസ്, പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, എക്കണോമിക്കലായിട്ടുള്ള നഷ്ടങ്ങളെക്കുറിച്ച്, സോഷ്യലായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഇദ്ദേഹം സംസാരിക്കുന്നു. അപ്പോൾ ഈ സ്ത്രീ എന്ന് പറയുന്നത് ചിലപ്പോൾ എന്താ പറയുക, അയാളുടെ ലൈവ്ലിഹുഡ് ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു ക്രൂവലായിട്ടുള്ള വേൾഡിൽ അദ്ദേഹത്തിന് സമാധാനവും സംരക്ഷണവും ഒക്കെ കൊടുത്ത, ഒരു സുരക്ഷിതത്വവും ഒക്കെ കൊടുത്ത ഒരു സ്ത്രീ ആയിരിക്കാം. അപ്പോൾ ആ ഒരു
ലൈഫ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു ഇവരുടെ ആബ്സെൻസിൽ. സ്റ്റാൻസ 4-ൽ ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ആണ് ഹാപ്പൻ ചെയ്യുന്നത്. അദ്ദേഹത്തിന് സ്പീക്കറിൻ്റെ ഒരു ഡീപ്പ് സോറോ ആൻഡ് ഹെൽപ്ലെസ്നെസ്സിനെ കുറിച്ചും പിന്നെന്താണ് അവരുടെ ആബ്സെൻസ് അദ്ദേഹത്തിന് അൺബെയറബിൾ, സഹിക്കാൻ പറ്റുന്നതിലപ്പുറം ആകുന്നു എന്നുള്ള കാര്യങ്ങളാണ് സ്റ്റാൻസ 4-നകത്ത് സംഭവിക്കുന്നത്. അത് നമ്മുടെ ഹ്യൂമൻ വൾണറബിലിറ്റിയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഒരു ആബ്സെൻസ് ഹാപ്പൻ ചെയ്യുമ്പോൾ നമുക്കൊരു കൈൻഡ് ഓഫ് ഇമോഷണൽ വൾണറബിലിറ്റി ഹാപ്പൻ ചെയ്യും. അപ്പോൾ ആ നഷ്ടവുമായിട്ട് നമുക്ക് കോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് നമുക്കൊരു ഇന്നബിലിറ്റി ചില സമയത്ത് വരും. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം പെയിനിനെ റൊമാൻറ്റിസൈസ് ചെയ്ത് പറയുമല്ല, വളരെ പെയിൻഫുൾ ആയിട്ടുള്ള രീതിയിലാണ് അല്ലെങ്കിൽ വളരെ റോ ആൻഡ് ഒറിജിനൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഈ ഒരു ഗ്രീഫിനെ കുറിച്ച് സംസാരിക്കുന്നത്. സ്റ്റാൻസ 5-നകത്തും എന്താണ് ഒരു സിംബോളിക് മീനിങ് ആണ്. അതായത് പോം എൻഡ് ചെയ്യുന്നത് ഒരു വലിയൊരു ബ്രോഡർ റിഫ്ലക്ഷനിലൂടെയാണ്. അതായത് ഈ സ്ത്രീ എന്ന് പറയുന്നത് ഒരു ഹോപ്പ് അല്ലെങ്കിൽ ഡിഗ്നിറ്റി അല്ലെങ്കിൽ ഹ്യൂമാനിറ്റിയുടെ സിംബലാകാം, അല്ലെങ്കിൽ ഒരു ലാർജർ സോഷ്യൽ ഡീക്കേയെ സൂചിപ്പിക്കുന്നതാവാം ഈ ഒരു സ്ത്രീയുടെ ആബ്സെൻസ്. അപ്പോൾ എൻഡിങ്ങിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ ഒരു സ്ത്രീയുടെ ആബ്സെൻസിനെ കുറിച്ചാണ് നമ്മുടെ പോയിട്ട് സംസാരിക്കുന്നതെങ്കിലും ചിലപ്പോൾ അത് ഒടുക്കത്തിൽ അല്ലെങ്കിൽ ആ പോയത്തിൻ്റെ ടുവേർഡ്സ് ദി എൻഡ് അദ്ദേഹം ഹി മൈറ്റ് ബി ടോക്കിംഗ് അബൌട്ട് എ കളക്റ്റീവ് സഫറിങ്. ചിലപ്പോൾ പിന്നെന്താ പറയുക, അദ്ദേഹം സൊസൈറ്റിയിൽ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസിനെ കുറിച്ചാണ് പിന്നീട് അവസാനം പറഞ്ഞ് എൻഡ് ചെയ്യുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലോസ് എന്ന് പറയുന്നത് ചിലപ്പോൾ സൊസൈറ്റിയെ കുറിച്ചുള്ളൊരു ക്രിറ്റിസിസം ആകാം, അതായത് പോവർട്ടിയെക്കുറിച്ചാകാം, ഈ സ്ത്രീ എന്ന് പറയുന്നത് എന്ത് വേണമെങ്കിലും റെപ്രസെൻ്റ് ചെയ്യുന്നതാകാം. അപ്പോൾ ഇതിനകത്ത് സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോസിനെ കുറിച്ചും ആബ്സെൻസിനെ കുറിച്ചുമാണ്, ഒരു സ്ത്രീയുടെ ഡിപ്പാർച്ചറിനെ കുറിച്ചാണ്, അതുമൂലം ഉണ്ടായ ഒരു എംപ്റ്റിനെസ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ. പിന്നെ ദളിത് ആളുകൾ ഫേസ് ചെയ്യുന്ന റിയാലിറ്റി, എക്കണോമിക് സ്ട്രഗിളിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെന്താണ് സ്പീക്കറിന് സൊസൈറ്റിയിൽ നിന്ന് തോന്നുന്ന ഒരു കൈൻഡ് ഓഫ് ഏലിനേഷൻ അല്ലെങ്കിൽ ലോൺലിനെസ്, ഇനിക്വാളിറ്റിയെക്കുറിച്ചും പുവർ പീപ്പിൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസിനെ കുറിച്ചും. പിന്നെ ഈ സ്ത്രീ എന്ന് പറയുന്നത് ഒരു സിമ്പിളാണ്, എന്തിൻ്റെ, ഹോപ്പിൻ്റെ, സർവൈവലിൻ്റെ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റിയുടെ തന്നെ ഒരു സിമ്പിളാണ്. അപ്പോൾ ഈ പേഴ്സണൽ ആയിട്ടുള്ളൊരു പെയിനെ പൊളിറ്റിക്കലായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നത്, പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ഡയറക്റ്റായിട്ടും അൺഓർണമെൻറ്റഡ് എന്ന് വെച്ചാൽ വിത്തൗട്ട് എനി ആർട്ടിഫിഷ്യാലിറ്റി അല്ലെങ്കിൽ ഒരു വലിയ സ്റ്റൈലിലൊന്നും അല്ല അദ്ദേഹം എഴുതിയിരിക്കുന്നത്. വളരെ സിമ്പിൾ ആൻഡ് പ്ലെയിൻ ആയിട്ടുള്ള രീതിയിൽ, ഇമോഷണലി ഇൻറ്റൻസ് ആയിട്ടുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു പോയേക്കുവാണ്. അപ്പോൾ ഇത് ദളിത് ലൈഫിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ എന്താ പറയുക, മാർജിനലൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്മ്യൂണിറ്റീസിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അങ്ങനെയുള്ളൊരു റെപ്രസെൻറ്റേറ്റീവ് പോവമാണ് ഇതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ സഫറിങ്. ഓക്കെ.